അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ എന്തിനാ വരുന്നത്? ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. സങ്കീർത്തനക്കാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി, യേശുവിന്റെ ഒന്നാം വരവിന് മുമ്പേ എഴുതിയതാ. ആദ്യ ഇസ്രായേൽ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒറ്റ കാര്യം, തങ്ങളുടെ മശീഹയുടെ ഒന്നാം വരവ്. അത് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ മശീഹ വന്ന് തിരിച്ചു പലർക്കും അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിഞ്ഞതേ ഇല്ല. എന്നാൽ കർത്താവ് വന്നു. അവൻ വന്നത് ഭൂമിയെ വിധിക്കാനല്ല, അവൻ ഭൂമിയെ തന്നിലൂടെ രക്ഷിക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു കുഞ്ഞാടിനെ പോലെ വന്ന്, കുഞ്ഞാടിനെ പോലെ എന്റെയും നിന്റെയും പാപത്തെ ചുമന്ന്, ഒരു കുഞ്ഞാടിനെ പോലെ അവൻ കാൽവറിയിൽ അറക്കപ്പെട്ടു. എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റത് കുഞ്ഞാടായിട്ടല്ല. ഹേ മരണമേ, നിന്റെ വിഷം എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് മരണത്തെ വെല്ലുവിളിച്ച് പാതാളത്തെ തകർത്ത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അവൻ ഒന്നാമത് വന്ന് എന്നെയും നിന്റെയും വീണ്ടെടുപ്പിന് വിലയായി തീർന്നു. ഇനി അവൻ രണ്ടാമത് വരും. രണ്ടാമത് വരുന്നത് കുഞ്ഞാടായിട്ടല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി. അവൻ വരുന്നത് ഭൂമിയെ വിധിക്കുവാൻ, ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കുവാൻ.